നമസ്കാരം. ഏവിയേഷൻ ഫ്യൂവൽ എന്ന് വിളിക്കുന്ന വിമാനത്തിൽ നിറയ്ക്കുന്ന ഇന്ധനം, ആ ഇന്ധനത്തിൻ്റെ വില 25% കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചുവെന്നും ഇനി എയർ ടിക്കറ്റുകൾ, വിമാനയാത്രാ നിരക്കുകൾ അത് കുത്തനെ കൂടാൻ പോവുകയാണ് എന്നും ഇന്ന് രാവിലെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു 25% വർധനവ് ഇതിൽ വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇതൊന്നുമല്ല എന്നതാണ് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അതായത് കേന്ദ്ര സർക്കാർ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക്, അതായത് എണ്ണ വിതരണ കമ്പനികൾക്ക് ഒരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ 25%-ലധികം വർധനവ് ഏവിയേഷൻ ഫ്യൂവലിൻ്റെ വിലയിൽ വരുത്താൻ പാടില്ല ഒരു മാസത്തിനുള്ളിൽ എന്നതാണ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം. അതായത് നമുക്കറിയാം, യുദ്ധ സാഹചര്യം, പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഘർഷം എന്നവസാനിക്കും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇപ്പോൾ ലഭ്യമല്ല. അങ്ങനെയൊരു വിലയിരുത്തലുകളും ആർക്കും നടത്താൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ എണ്ണ ചരക്ക് നീക്കം, അതായത് നമുക്കറിയാം ഹോർമൂസ് കടലിലടക്കം വലിയ പ്രതിസന്ധിയുണ്ട്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളായിട്ടുള്ള, അല്ലെങ്കിൽ ഓയിൽ മാർക്കറ്റിംഗ് രാജ്യങ്ങളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾ, ആ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എണ്ണ എത്തേണ്ടത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. പ്രധാനമായിട്ടും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഇതുവഴിയാണ് എണ്ണ നീക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ എണ്ണ നീക്കം ഇറാൻ സംഘർഷത്തോടു കൂടി തടസ്സപ്പെട്ടിരിക്കുകയാണ്. 5 മുതൽ 6 ആഴ്ച വരെ എടുത്തേക്കാം ഈ സംഘർഷം അവസാനിക്കാൻ എന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. പക്ഷേ ഇപ്പോഴും ഇറാൻ കനത്ത പ്രത്യാക്രമണം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഇപ്പോഴും കനത്ത ആക്രമണം ഇറാനിലും നടത്തുന്നുണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളാകട്ടെ അമേരിക്കയോട് യുദ്ധം നിർത്തരുത് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് അമേരിക്കയും ഇസ്രായേലും തങ്ങളെ ആക്രമിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയാൽ ഗൾഫ് രാജ്യങ്ങൾ യുദ്ധം നിർത്താൻ അമേരിക്കയോടും ഇസ്രായേലിനോടും പറയുമെന്നും അവരിന്മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നുമാണ് ഇറാൻ കണക്ക് കൂട്ടിയത്. എന്നാൽ ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യുദ്ധം നിർത്തരുത്, ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾക്കും ഇറാനോട് കടുത്ത വിരോധമുണ്ടായിരിക്കുന്നു. ആ സമ്മർദ്ദ തന്ത്രം ഫലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നീണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. ഈ ഒരു അഭ്യർത്ഥന, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ഒരു അഭ്യർത്ഥന വന്നതിനെ തുടർന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നതാകട്ടെ, അങ്ങനെയെങ്കിൽ നമുക്ക് യുദ്ധം തുടരാം, പക്ഷേ ആ യുദ്ധത്തിൻ്റെ ഒരു ഭാഗം ചെലവ് അത് ഗൾഫ് രാജ്യങ്ങൾ വഹിക്കണമെന്നാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. യുദ്ധം നീണ്ടു പോയേക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സംഘർഷം നീണ്ടുപോയാൽ എണ്ണ ഉൽപ്പാദനത്തിലും എണ്ണ വിതരണത്തിലുമെല്ലാം വലിയ തടസ്സങ്ങൾ നേരിടും. അങ്ങനെ തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യയിൽ ഏവിയേഷൻ ഫ്യൂവലിനടക്കം വില വർദ്ധിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ 25%-ലധികം ഈ ഏവിയേഷൻ ഫ്യൂവലിൻ്റെ വില വർധനവ് വരുത്താൻ പാടില്ല എന്ന ഒരു നിയന്ത്രണം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു വാർത്ത വരുമ്പോൾ 25% വില വർധനവിന് അനുമതി നൽകിയിരിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ച സാഹചര്യങ്ങൾ, അതായത് യുദ്ധവുമായി ബന്ധപ്പെട്ട സങ്കീർണമായ സാഹചര്യങ്ങൾ, അത് നീണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ പല വിദഗ്ധരും വിലയിരുത്തുന്നത് 80 മുതൽ 100% വരെ വില വർധനവ് ഏവിയേഷൻ ഫ്യൂവലിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നാണ്. അതായത് വരും മാസങ്ങളിൽ 80 മുതൽ 100% വരെ വില വർധനവ് ഏവിയേഷൻ ഫ്യൂവലിൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യരുത്. അന്താരാഷ്ട്ര വിപണിയിൽ എത്രമാത്രം വില വർദ്ധിച്ചാലും, അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില എത്ര തന്നെ കയറിയാലും ആ കയറ്റത്തിനനുസരിച്ച് വില വർദ്ധിപ്പിക്കരുത്. 25%-ൽ കൂടുതൽ ഒരു സിംഗിൾ മന്തിൽ വില വർധനവ് വരുത്താൻ പാടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു നിയന്ത്രണം വരുത്തിയിരിക്കുന്നത്. അതായത് 88 മുതൽ 100% വരെ വില വർധനവ് ഉണ്ടായാലും അതുണ്ടാകരുത്, 25%-ൽ അത് താഴ്ന്നു നിൽക്കണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ സത്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കാരണം ഏവിയേഷൻ ഫ്യൂവലിൻ്റെ ഇന്ധന വില വർധനവ് തടഞ്ഞു നിർത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. അതുവഴി യാത്രാ ചെലവ് വർധനവ്, അതിലുണ്ടാകുന്ന ടിക്കറ്റ് വർധനവ്, അതിലും ഒരു തടയിടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനമായും, ഇങ്ങനെയൊരു ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തുന്നതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇന്ത്യയിൽ സമ്മർ വെക്കേഷൻ ആരംഭിക്കാൻ പോവുകയാണ്.
വേനൽക്കാല അവധി പലയിടങ്ങളിലും ആരംഭിക്കാൻ പോവുകയാണ്. ഈ വേനൽക്കാലത്ത് നമുക്കറിയാം കുടുംബങ്ങളുടെ യാത്രകൾ വർദ്ധിക്കും. ആ യാത്രകൾക്കനുസരിച്ച് വിമാന സർവീസുകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് വിമാന ടിക്കറ്റുകൾ അത് വലിയ രീതിയിൽ ഉയരുന്നത് ടൂറിസം ഇൻഡസ്ട്രിയെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. വിനോദസഞ്ചാര മേഖലയിലെ മാന്ദ്യം അത് മൊത്തത്തിലുള്ള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട്. ഇതാണ് കേന്ദ്ര സർക്കാർ കണക്കിലെടുക്കുന്ന ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് രാജ്യത്തെ വ്യോമയാന മേഖല വലിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ്. അതായത് 2026 രാജ്യത്തിൻ്റെ വ്യോമയാന മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, നൂറുകണക്കിന് പുതിയ വിമാനങ്ങൾ വിമാന കമ്പനികൾ, ഇന്ത്യയുടെ വിമാന കമ്പനികൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുതിയ വിമാനങ്ങൾ ഓർഡർ ചെയ്ത് കാത്തിരിക്കുകയാണ് ഇന്ത്യൻ എയർലൈനുകൾ. അവരുടെ ഫ്ലീറ്റ് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ നൽകി കാത്തിരിക്കുന്നത്. ഇന്ത്യയുടെ വ്യോമയാന മേഖല വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതിനനുസരിച്ച് കൂടുതൽ വിമാനങ്ങൾ വേണം എന്നതുകൊണ്ടുമാണ് ഈ പുതിയ വിമാനങ്ങൾ ഇന്ത്യയുടെ എയർലൈനുകൾ ഓർഡർ ചെയ്തത്. അത് വലിയ രീതിയിൽ അന്ന് വാർത്തയായിരുന്നതാണ്. ഈ ഓർഡർ ചെയ്ത പുതിയ വിമാനങ്ങളിൽ നല്ലൊരു വിഭാഗം, അതായത് നൂറുകണക്കിന് വിമാനങ്ങൾ ഡെലിവറി ചെയ്യാൻ സാധ്യതയുള്ളതും 2026, അതായത് ഈ വർഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഡെലിവറി ഫ്യുവൽ പ്രൈസ് കൂടിയാൽ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യൻ വ്യോമയാന കമ്പനികൾ ഉപയോഗിക്കുന്ന വിമാനങ്ങളിൽ ഏതാണ്ട് 40% വിമാനങ്ങൾക്ക് സാങ്കേതിക തകരാർ കണ്ടെത്തി എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ പുതിയ വിമാനങ്ങൾ തീർച്ചയായും വന്നു ചേരേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്, രാജ്യത്തിൻ്റെ വ്യോമയാന മേഖലയുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. ഒരു കാരണവശാലും പുതിയ വിമാനങ്ങളുടെ ഡെലിവറി അത് നീട്ടിവെക്കപ്പെടാനോ അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യപ്പെടാനോ പാടില്ല. കാരണം ഇന്ധന വിലയിൽ വലിയ വർധന ഉണ്ടായാൽ വിമാന കമ്പനികൾക്ക് അത് താങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അവർ പുതിയ വിമാനങ്ങളുടെ ഡെലിവറി നീട്ടിവെക്കാനോ ക്യാൻസൽ ചെയ്യാനോ ഉള്ള സാഹചര്യം ഉണ്ടാകും. അതുണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ വിലയിൽ, ഇന്ധന വിലയിൽ പുതിയ ക്യാപ്പ് നിശ്ചയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അവിടെ ഇടപെട്ടിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമയാന മേഖലയെ രക്ഷിക്കുക, അവയെ നഷ്ടത്തിൽ നിന്നും കരകയറ്റുക, അതോടൊപ്പം തന്നെ യാത്രികർക്ക് ഒരു അധിക ഭാരം ഈ വേനൽക്കാലത്ത് ഉണ്ടാകാതിരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ വില നിയന്ത്രണ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഈ വില നിയന്ത്രണ ഇടപെടലിനെയാണ് 25% ഇന്ധന നികുതി വർദ്ധിപ്പിച്ചു എന്ന രീതിയിൽ തെറ്റായി കേരളത്തിലെ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയതും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.